44 സങ്കീർത്തനം 1 ദൈവമേ, പൂർവകാലത്ത് നിങ്ങളുടെ പിതാക്കന്മാരുടെ നാളുകളിൽ നീ ചെയ്ത പ്രവൃത്തികൾ അവർ ഞങ്ങളോട് വിവരിച്ചിരിക്കുന്നു. ഞങ്ങളുടെ ചെവി കൊണ്ട് ഞങ്ങൾ കേട്ടുമിരിക്കുന്നു. ദൈവത്തിൻ്റെ വിശ്വസ്തതയ്ക്ക് നാം സാക്ഷ്യം വഹിക്കുന്നവരായിരിക്കണം. നമ്മുടെ ജീവിതത്തിൽ ദൈവം പ്രവർത്തിച്ചതായ പഴയ അനുഭവങ്ങൾ നാം ഒരിക്കലും മറക്കരുത്. നമ്മുടെ ആവശ്യങ്ങളെ നടത്തുവാൻ ദൈവത്തിന് സാധിക്കുമെന്നുള്ള നമ്മുടെ അനുഭവ കഥകൾ മറ്റുള്ളവരുടെ ആവശ്യങ്ങൾക്കും സഹായകരമായി തീരുമെന്ന് നാം ഓർക്കണം. മറ്റുള്ളവരോട് നമ്മുടെ ജീവിതാനുഭവങ്ങൾ നാം പങ്കിടുമ്പോൾ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുവാൻ കഴിവുള്ള ഒരു ദൈവിക ശക്തിയെപ്പറ്റി അവർ നമ്മിൽ കൂടി മനസ്സിലാക്കുന്നു. എന്നാൽ ഇന്ന് ഭൗതിക നന്മകളുടെ ഉന്നതികളിൽ എത്തിച്ചേർന്നവർ കഴിഞ്ഞകാല അനുഭവങ്ങളെ അയവിറക്കുവാൻ പോലും സമയം കണ്ടെത്താറില്ല. പിന്നെയാണോ അത് മറ്റുള്ളവരോട് പങ്കുവയ്ക്കുവാൻ തുനിയുന്നത്? എത്ര സ്വാർത്ഥന്മാരായി ക്രിസ്തുവിശ്വാസികളെന്ന് പറയുന്നവർ മാറുന്നത് ഖേദകരം തന്നെ. യഹോവയുടെ മുമ്പാകെ ദാവീദ് കുതിച്ച് നൃത്തം ചെയ്യുന്നത് കിളിവാതിലിൽ കൂടി കണ്ടതായ ശൗലിൻ്റെ മകളായ മീഖൽ തൻ്റെ ഹൃദയത്തിൽ ദാവീദിനെ നിന്ദിക്കുകയും നിസ്സാരന്മാരിൽ ഒരുത്തനെ പോലെ തന്നെത്താൻ അനാവൃതനാക്കിയല്ലോ എന്നും പറഞ്ഞപ്പോൾ ദാവീദ് രാജാവ് മീഖലിനോട് പറയുന്നത്, യഹോവയുടെ ജനമായ ഇസ്രായേലിന് പ്രഭുവായി നിയമിപ്പാൻ തക്കവണ്ണം നിന്റെ അപ്പനിലും അവൻ്റെ സകല ഗ്രഹത്തിലും ഉപരിയായി എന്നെ തെരഞ്ഞെടുത്തിരിക്കുന്ന യഹോവയുടെ മുമ്പാകെ, അതെ, യഹോവയുടെ മുമ്പാകെ ഞാൻ നൃത്തം ചെയ്യുമെന്നാണ്. ഇസ്രായേലിൻ്റെ ഒന്നാമനായി ദാവീദ് വാഴിക്കപ്പെട്ടപ്പോഴും തൻ്റെ കഴിഞ്ഞകാല ജീവിതത്തിൽ ദൈവം ചെയ്ത കാര്യങ്ങൾ താൻ മറന്നുപോയില്ല. ഓർമ്മിക്കുവാനും ദൈവത്തിന് നന്ദി കരയേറ്റുവാനും അനേകം നല്ല അനുഭവങ്ങൾ ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട്. അതെത്ര പഴക്കം ചെന്നവയായാലും അതിലൊരു മാധുര്യമുണ്ട്, ഒരു ശക്തിയുണ്ട്. അത് മറ്റുള്ളവരെ ഉത്തേജിപ്പിക്കുന്നവയാണ്. ജീവിതത്തിലെ വെല്ലുവിളികളെ സധൈര്യം നേരിടുവാൻ മറ്റുള്ളവർക്ക് നന്മയായി നമ്മുടെ നല്ല ഓർമ്മകൾ കാരണമായി തീരട്ടെ. നമുക്ക് വേണ്ടി ദൈവം ചെയ്ത നന്മകളെ മറ്റുള്ളവരോട് പ്രസ്താവിക്കുന്നത് മറ്റുള്ളവർക്ക് വേണ്ടി ദൈവത്തിന് എന്ത് ചെയ്യുവാൻ സാധിക്കും എന്നുള്ളതിനുള്ള ഉദാഹരണങ്ങളാണ്. ഹാവ് എ ബ്ലെസ്ഡ് ഡേ.